ബലാത്സംഗ കേസിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത തിരിച്ചടി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയതും. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിപ്പിച്ചുകൊണ്ട് ഗർഭചിത്രം നടത്തിയെന്ന കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. രാഹുലിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ മാസമാണ് അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നിരുന്നു. തുടർന്ന് തുടർവാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്. ഇന്ന് തുടർവാദം കേട്ട കോടതിയാകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണമെന്നും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തുടർവാദത്തിന് മുന്നോടിയായി തന്നെ പ്രോസിക്യൂഷൻ ആകട്ടെ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി. യുവതിയുമായുള്ള ചാറ്റിന്റെ പൂർണ്ണ രൂപമടക്കം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നിരിക്കുന്നത്. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കമുള്ളവയാണ് പ്രതിഭാഗം കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയത്. അതിജീവതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതലായും തന്നെ ആശ്രയിച്ചത്. കോടതി അനുമതിയോടുകൂടി തന്നെ പിന്നീട് കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതിഭാഗത്തിന്റെ വാദം ആദ്യം കോടതി കേൾക്കുകയും ചെയ്തു. ശേഷമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കോടതി പരിശോധിച്ചത്. തുടർന്നാകട്ടെ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായ നസീറ എസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി തന്നെ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്. പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് 25 മിനിറ്റ് നീണ്ടുനിന്ന വാദമാണ് കേട്ടിരിക്കുന്നത്. മാങ്കൂട്ടത്തിനെതിരെ തന്നെ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതോടെ തന്നെ ഇദ്ദേഹത്തിന്റെ നേരിലുള്ള കുറ്റങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ DYSP സജീവന്റെ നേതൃത്വത്തിൽ തന്നെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആകട്ടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച നേമം പോലീസ് സ്റ്റേഷൻ സമർപ്പിച്ച സമാനമായ മറ്റൊരു കേസിൽ മുൻകൂർ ജാമ്യത്തിനായി തന്നെ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതിന്റെ നിയമപരമായ പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ അന്വേഷണം നടന്നിരിക്കുന്നത്. ബലാത്സംഗ വകുപ്പ് ചുമത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ചാണ് രണ്ടാമത്തെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. DYSP സജീവനാണ് അന്വേഷണ ചുമതലയുള്ളത്. വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. അതേസമയം കേരളത്തിന് പുറത്തു താമസിക്കുന്ന 23-കാരി ഇമെയിലായിട്ട് തന്നെ സോണിയാഗാന്ധിക്കും KPCC അധ്യക്ഷനും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള സൗഹൃദത്തിലൂടെ തന്നെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയുമാണ് ചെയ്തതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അനുവാദം കൂടാതെ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്നലെയാണ് ഈ പരാതിയിൽ രാഹുലിനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതും. സംഭവത്തിൽ യുവതിയുടെ മൊഴിയെടുക്കുവാനും പോലീസ് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.